പക്ഷേ നോക്കട്ടെ, അത് നോക്കട്ടെ, സ്ഥാനം ഒഴിയാൻ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചോളാം. ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത് 16 വർഷമായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. നമ്മളുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം. നമ്മളുടെ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾ, വേറെ രാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ മാറ്റാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. നമ്മൾ ഇനിഷ്യേറ്റീവിനെ സഹായിക്കണം, നമ്മൾ പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ സഹായിക്കണം, അവരെ ഇവിടെ കൊണ്ടുവരണം. ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഈ കേരളത്തിൻ്റെ ഓരോരോ തെരഞ്ഞെടുപ്പിലും എൻ്റെ നിങ്ങൾ മാരാമൺ കൺവെൻഷനിൽ സ്പീച്ച് കേട്ടോളൂ, കാത്തലിക് യൂത്ത് ലീഗിൻ്റെ കോൺഫറൻസിൽ സ്പീച്ച് കേട്ടോളൂ. ഇതെല്ലാം പുതിയ കാര്യങ്ങളല്ല, ഞാൻ എപ്പോഴും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഞാനൊരു അന്താരാഷ്ട്രീയ മേഖലയിൽ റിപ്പോർട്ട് കാണുന്നു, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട്. അപ്പോൾ അതിൽ പറയുന്നത് അതിശയപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിൾ എഴുതിയത്. ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കേണ്ടത്. ഞാൻ 16 വർഷം ആവശ്യപ്പെട്ട് അതിന് പെട്ടെന്ന് ഇത് റിപ്പോർട്ട് വന്നു, ഇത് സ്റ്റാർട്ടപ്പ് മേഖല ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, ഉമ്മൻ ചാണ്ടിയാണ് ആദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥാപിച്ചത്. ഉമ്മൻ ചാണ്ടി സർക്കാർ സമയത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിച്ചത് 2014. അതാണ് ഇപ്പോഴത്തെ സർക്കാർ, നിലവിലുള്ള സർക്കാർ അതിൽ കെട്ടിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എൻ്റെ വിശ്വാസമാണ്. പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെട്ടത്, നിങ്ങൾ എൻ്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കൂടി കാണാം. ഞാൻ പ്രചരണ പ്രസംഗം പോട്ടെ, യൂട്യൂബിലുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ അറിയൂ ഞാൻ എന്താണ് ആവശ്യപ്പെട്ടതെന്ന്. ആ ആവശ്യപ്പെട്ട കാര്യമാണ് ഞാൻ